കൂട്ടുകാരി. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാല് കറക്കാൻ തൊഴുത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ലേറ്റായി. നമ്മൾ എണീക്കുമ്പോൾ തന്നെ 6:15 സമയം നോക്കി കിടന്ന് വൈകിട്ട് പോത്തന്മാരൊക്കെ പുറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെവിടെയൊക്കെ വന്ന് നല്ല വളം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു. പ്രാന്തായി സത്യം പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് പ്രാന്താന്ന് പറയില്ല, അതുപോലെയായിട്ടെന്ന്. എന്താ സ്നേഹപ്രകടനം ആൾക്കാർ. അപ്പോൾ വേണ്ട ഇവിടെ കിടക്കുന്ന കോലം കണ്ട. ഇനി ഇത് ഉണങ്ങിയാൽ തന്നെ ശരിയാവുള്ളൂ കേട്ടോ. നമ്മുടെ പശുവിന് വേണ്ടിയിട്ടുള്ള ഫാനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പറ്റി ഇന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. വേണ്ട കൊതുക് തിരിയൊക്കെ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഞാൻ കൊളുത്തിയിട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മളിത് ആ തവിടൊക്കെ കലക്കി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ കാണുന്നത്. തവിട് കലക്കി വെച്ചു. പിന്നെ ഇതാ അപ്പോൾ പാലും കറന്ന് കഴിയാറായിട്ടാണ്. അരിപ്പ് വെക്കുന്നത് ഇതുപോലെ കുഞ്ഞ പ്രാണികളുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു വളമിട്ട് ക്ലീൻ ചെയ്യുമ്പോഴേക്കും അടുത്ത വളമിട്ടോള്. അപ്പോൾ പാല് കറന്ന് കഴിഞ്ഞു കേട്ടോ. മുത്തപ്പന്മാർ നിൽക്കണേണ്ടതാ എന്തരാ പടം. അതാ ഗുണ്ടച്ചൻ. ഇതാ നമ്മുടെ ചെറിയ പോത്തോട്ടോ. ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പാലൊക്കെ കറന്നുകൊണ്ട് നമ്മളിവിടെ വളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാറ്റൊക്കെ മാറ്റിയിട്ട് കൊണ്ടിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പിന്നെ അഴിച്ചു കൊണ്ടിട്ട് പുറത്ത് കൊണ്ട് കെട്ടിയാൽ ഇവിടെ വൃത്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. ഇവിടെ തന്നെ നിർത്തില്ല, കാരണം എന്താണ് ഫുൾ വെള്ളമല്ലേ. അപ്പോൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൽ നീര് വരാനുള്ള പ്രശ്നം കൂടുതലാണ്. കാരണം തൊഴുത്തപ്പോഴും ക്ലീൻ നീറ്റായിരിക്കണം. ഉണങ്ങുന്നില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഇനി വരെ പുറത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂളും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. കഞ്ഞിൻ്റെ വെള്ളം കൊടുത്ത പാത്രം അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് പോവോ? വെളിയിൽ കൊണ്ട് ആ തൊടി കൊണ്ട് കെട്ടിയിടും. ഞാൻ അപ്പോഴേക്കും ഇവിടേക്ക് വൃത്തിയാക്കിയിടാം. അമ്മനെ കൊണ്ടുപോകും, കുഞ്ഞുവിനെ ഞാൻ കൊണ്ടുവരും. വലിയ കയറൊന്നും വേണ്ട, ചെറിയ കയറിൽ കെട്ടിയിട്ടാൽ മതി. ഇവിടെ വൃത്തിയാക്കാൻ ഞാൻ അഴിച്ചിട്ട് പോകാം. ശരി ഗൈസ്, നമുക്കപ്പോൾ പിന്നെയൊക്കെ അഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിയിടാം കേട്ടോ. എന്താണ് നമുക്ക് വലിയ കയറൊന്നും വേണ്ട, ഈ കുഞ്ഞ കയറിൽ തന്നെ ഒന്ന് കെട്ടിയിടാം. ഈ കുഞ്ഞ കയറിലാണ് നമുക്ക് കെട്ടിയിടാം കേട്ടോ. പുറത്ത് കൊണ്ടുപോയി കെട്ടിയിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മളിതാ പശുവിന് പാലൊക്കെ കറന്നു കഴിഞ്ഞ് നമ്മുടെ പോത്തുകളിൽ ഇനി ലാസ്റ്റ് അയച്ചു വിടുള്ളൂ കേട്ടോ. സൊസൈറ്റി പോയിട്ട് വന്നിട്ട് ഇവന്മാരെ അയച്ചു വിടുള്ളൂ, അല്ലെങ്കിൽ ഇവന്മാർ നമുക്കിട്ട് പണി തരും കേട്ടോ. അപ്പോൾ അപ്പോൾ ഇവിടെ നിന്ന് അയച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി കുഞ്ഞു പശുവിനെ അയക്കാം കേട്ടോ. ആദ്യം നമുക്ക് മാറ്റ് മാറ്റിയിട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കണം. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് മാറ്റിയിട്ട് വൃത്തിയാക്കാം കേട്ടോ. ഇതേണ്ട മാറ്റ് മാറ്റി കഴിഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കേട്ടോ. അത്രയും വൃത്തികേടായിട്ട് ഇവിടെ കിടക്കുക. വെള്ളം കണ്ട് അങ്ങനെ കെട്ടി നിന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കാം കേട്ടോ നമുക്ക്. നമ്മളിതാ തൊഴുത്തൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ കഴുകിയിട്ട് പശു വന്നതിന് ശേഷം അങ്ങനെ കഴുകേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ ക്ലീൻ ആവും. ഇത് പുല്ലോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ തൊഴുത്തൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റ് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോത്തപ്പന്മാരെയും കൂടെ അയച്ചു കേട്ടോ. പശുവിനെ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ട് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. ബൈ.